വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ നാസറിനെ ആക്രമിച്ച കേസിൽ 15 പേർക്കെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തു. വധശ്രമം, സംഘം ചേർന്ന് ആക്രമിക്കൽ ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഫ്രട്ടേണിറ്റി KSU പ്രവർത്തകരാണ് പ്രതികൾ. ഉമേഷ് ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ തന്നെ 2 പേരെ പോലീസിൽ ഏൽപ്പിച്ചു എന്നതായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ SFIയുടെ നേതാക്കളടക്കം രാവിലെ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അവരടക്കം 15 പേർക്കെതിരെയാണോ ഇപ്പോൾ കേസുള്ളത്? മൊത്തം 17 പേരടങ്ങുന്ന ഒരു സംഘം എന്നതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പങ്കുവച്ച വിവരം. അതെ കാവ്യ, അവരുടെ പരാതി പ്രകാരം തന്നെയാണ്, SFI പ്രവർത്തകരുടെ പരാതി പ്രകാരം തന്നെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ 15 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ കേസെടുക്കപ്പെട്ടവരെല്ലാവരും KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണ്. ഇവർക്കെതിരെ വധശ്രമം, സംഘം ചേർന്ന് ആക്രമിക്കൽ ഉൾപ്പെടെ ഏതാണ്ട് 9 വകുപ്പുകൾ പ്രകാരം ആണ് ഇവർക്കെതിരെ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്. നേരത്തെ SFI പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഈ ഫ്രട്ടേണിറ്റി KSU പ്രവർത്തകരായ 17 പേരടങ്ങുന്ന സംഘം ചേർന്നാണ് ഇത്തരത്തിൽ SFI യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ നാസറിനെതിരെയും ഒപ്പം KSUവിന്റെ ഏരിയ കമ്മിറ്റി അംഗമായ അശ്വതിക്കെതിരെയും ആക്രമണം അഴിച്ചുവിട്ടത് എന്നവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെയും ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അശ്വതി അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഇപ്പോൾ പോലീസ് 15 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത് ആരൊക്കെയാണ് മുഴുവൻ പേർ എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അത് മാത്രമല്ല, കസ്റ്റഡിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല. നേരത്തെ SFI പ്രവർത്തകർ പറഞ്ഞത് 2 പേരെ, ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ 2 പേരെ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ പോലീസ് അത് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സംശയമുള്ള പലരെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് ഇവർ തന്നെയാണ് കുറ്റക്കാർ എന്ന് ബോധ്യപ്പെടുന്ന മുറയ്ക്ക് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ അധികം വൈകാതെ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ള 2 പേർ അബ്ദുൾ റഹ്മാനും അബ്ദുൾ നാസറും അശ്വതിയും, ഈ 2 പേരുടെയും ആരോഗ്യനില സംബന്ധിച്ച് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ് ഉമേഷിലേക്ക്? എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. കൈക്ക് മാരകമായി മുറിവേറ്റ അശ്വതി ഇന്നലെ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. അതേസമയം അബ്ദുൾ നാസറിന്റെ പരിക്ക് അല്പം ഗുരുതരമായിരുന്നു. കാരണം അബ്ദുൾ നാസറിനെ ഈ കത്തി കൊണ്ടും കുപ്പിച്ചില്ല് കൊണ്ടുമൊക്കെ ശരീരം ആസകലം കോറി വരച്ച് ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും കൈ തല്ലിയൊടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇന്ന് തന്നെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കേണ്ടി വരും എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഗുരുതരാവസ്ഥയിലല്ലെങ്കിലും ആഴത്തിലുള്ള മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനനുസരിച്ചുള്ള ചികിത്സകളാണ് ഇപ്പോൾ ഈ അബ്ദുൾ നാസറിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരി ഉമേഷ്, നിലവിൽ 15 പേർക്കെതിരെ കേസ്, 9 പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു എന്നതാണ് ഉമേഷ് പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ.